നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മാതൃഭൂമിയും മനോരമയും മര്യാദ കൈവിടുന്നു. സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല. മറ്റു രാഷ്ട്രീയക്കാരെ പോലെ തൂക്കം നോക്കി അളന്നു മുറിച്ച് സംസാരിക്കാനും സുരേഷ് ഗോപിക്ക് അറിയില്ല. ഓരോ വരിയുടെയും വരും വരായികകൾ നോക്കി സംസാരിക്കാനും അദ്ദേഹത്തിന് അറിയില്ല. അത് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വരുന്ന പ്രതികരണമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്റെ സഹപ്രവർത്തകരോട് വ്യക്തിപരമായി നടത്തിയ ഒരു സംഭാഷണം ആരോ ഒരു വീഡിയോ ആക്കി മാറ്റി. ആ വീഡിയോയിലെ വാചകങ്ങൾ മലയാളത്തിലെ പത്രങ്ങൾ, പ്രത്യേകിച്ച് മാതൃഭൂമിയും മനോരമയും കൊടുത്തിരിക്കുന്നുവെന്നാണ് വസ്തുത. ഇതൊരു മാധ്യമധർമ്മമേ അല്ല. കുറച്ചു കാലം മുമ്പ് മലപ്പുറത്ത്, ഇപ്പോൾ കാസർഗോഡ് എംപിയായ കോൺഗ്രസിന്റെ നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തെ ഒരു സ്ത്രീയുടെ കൂടെ ഒരു കൂട്ടം ആളുകൾ പിടികൂടുകയുണ്ടായി. ആ നടപടി തന്നെ ഇന്നത്തെ നിയമമനുസരിച്ച് തെറ്റാണ്. അന്ന് രാജ്മോഹൻ ഉണ്ണിത്താനെ വിമർശിച്ച കെ മുരളീധരന് മറുപടിയുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് കെ മുരളീധരൻ ഒരു പുരുഷനായി പോയി എന്നത് ഒരു തെറ്റാണ് എന്നതാണ്. നേരത്തെ സുരേഷ് ഗോപി തൻ്റെ പ്രവർത്തകരോട് പറഞ്ഞ വീഡിയോ പ്രചരിപ്പിക്കും. അത് ഇലക്ഷൻ രംഗത്ത് സ്വാഭാവികമാണ്. അത് സുരേഷ് ഗോപിയെ ഇടിച്ചു താഴ്ത്താൻ എതിരാളികൾ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. അത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കും അല്ലെങ്കിൽ പ്രചരിപ്പിക്കും എന്നതിൽ ധാർമ്മികത നോക്കിയിട്ടും കാര്യമില്ല. പക്ഷെ അത്തരം ഒരു വീഡിയോ കണ്ടന്റ് മാതൃഭൂമി, മനോരമ തുടങ്ങിയ പത്രങ്ങൾ ഏറ്റെടുക്കാൻ പാടുണ്ടോ എന്നതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ച വീഡിയോ കണ്ടന്റ് ഈ രണ്ട് പത്രങ്ങളിലും വരണമായിരുന്നല്ലോ. അന്ന് മാധ്യമധർമ്മം സംരക്ഷിക്കാൻ ആ വീഡിയോ കണ്ടന്റ് കൊടുക്കാതിരുന്ന മാതൃഭൂമിയും മനോരമയും ഇപ്പോൾ സുരേഷ് ഗോപിയെ ഇടിച്ചു താഴ്ത്താൻ ആ കണ്ടന്റ് കൊടുത്തിരിക്കുന്നു. ഇത് ഒരു തരം താഴ്ന്ന നടപടിയായി തന്നെ കാണാം. ദേശീയ തലത്തിൽ BJPക്കെതിരെ നിൽക്കുക, കേരളത്തിൽ UDFന് അനുകൂലമായി നിൽക്കുക, ഈ ഒരു നിലപാടാണ് മലയാള മനോരമ എന്നും കൈക്കൊള്ളുന്നത്. മാതൃഭൂമിയും ഏതാണ്ട് അതേപോലെ തന്നെ. പക്ഷേ സുരേഷ് ഗോപിയെ പോലെ രാഷ്ട്രീയം നോക്കാതെ മത്സരിക്കുന്നത് BJP സീറ്റിലോ മറ്റെന്തോ ആകട്ടെ, അത്തരത്തിലൊരു വ്യക്തിയെ ഈ ഇലക്ഷൻ സമയത്ത് ഇത്തരം ഒരു കണ്ടന്റിലൂടെ തരം താഴ്ത്തിയ മാധ്യമധർമ്മം ശരിയല്ലെന്ന് തന്നെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഈ മീഡിയ സിവിലിറ്റി ഒന്ന് പരിശോധിക്കണം എന്ന് മാത്രമാണ് സുരേഷ് ഗോപി ആവശ്യപ്പെടുന്നത്.